ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു അടിപൊളി കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എല്ലോട് കൂടി 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, ചെറിയുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനൊരു 3 വിസിലിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കപ്പ എടുത്തിട്ടുള്ള ഫ്രോസൺ കപ്പയാണ്. 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വലിയ പീസൊന്ന് ഞാൻ ചെറുതാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ച് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് ഒരു 2 സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്കുള്ള മസാല ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ബീഫ് മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള എല്ലോട് കൂടിയ ബീഫും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച ബീഫും കൂടെ അതിൽ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കപ്പയും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് സവാളയും മല്ലിയിലയും കൂടെ ഒന്ന് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നത് വരേക്കും ബൈ.